അക്വേറിയത്തിലെ സ്രാവുകൾ പോലെയാണ് നമ്മുടെ പല നേതാക്കളും. ഇനി നമ്മുടെ വിവിധ സംഘടനകളുടെ കാര്യങ്ങൾ എടുക്കൂ. ഒരു സംഘടന ഈ എത്രയോ സംഘടനകളാണ്. ഇപ്പൊ കത്തോലിക്ക സഭയിൽ തന്നെ 3 രീതിയിലായിട്ട് എത്രയോ അൽമായ സംഘടനകളാണ് ഉള്ളത്. ആത്മീയ സംഘടനകൾ എത്രയാണ്. ഈ സംഘടനകളെല്ലാം കൂടെ എന്താണ് ഇവരുടെ അജണ്ട എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഭക്തസംഘടനകളുടെ ഒരു ആ, ഏകീ ഏകീകരിക്കപ്പെട്ട സിലബസ്, അതാണ് കത്തോലിക്ക കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ സംഘടനകൾക്കെല്ലാം കൂടി ഒരു സിലബസ് ഉണ്ടാവണം. ഇതിപ്പം ഓരോ സംഘടനകൾക്കും ഓരോരോ ലക്ഷ്യങ്ങളാണ്. ഈ ഓരോരോ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ എനർജി, ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻഷ്യൽ റിസോഴ്സ്, സമയം, ഇത് മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ സഭയെ വളർത്തുകയാണ് എന്ന് പറയുകയുമാണ്. എന്നാൽ പരസ്പരം ഐക്യപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് വരേണ്ടി വരുമ്പോൾ അതിന് നമ്മളെ പുറത്തുനിന്ന് ആരെങ്കിലും തല്ലണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഐക്യപ്പെടാൻ കഴിയുന്നത്. അന്നേരം നമ്മൾ ഒരുമിച്ച് ചേർന്ന് കക്കുകളി എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അകത്ത് നമ്മൾ എങ്ങനെ ഈ ഭിന്നത നിലനിർത്താം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ തുറന്ന് സമ്മതിക്കുകയും ഒരുമിച്ച് വളരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ നാടിന്റെ നന്മയായി മാറാൻ കഴിയുന്നത് എന്നുള്ള സത്യം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സഭകളുടെ നിലനിൽപ്പിനുള്ളിൽ, എക്സിസ്റ്റൻസിനുള്ളിൽ ദൈവം മഹത്വപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അക്വേറിയത്തിലെ സ്രാവുകളായി കടന്ന് പൊളക്കുകയാണ്. ചില സ്രാവുകൾ ഇങ്ങനെ കടന്ന് പൊളക്കുകയാണ്. ഇതാണ് കടൽ എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഈ ചെറിയ ചെറിയ അക്വേറിയങ്ങൾ ഇതാണ് കടൽ എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിൽ അതിന് ഞാൻ ഉൾപ്പെടുന്ന സന്യാസ സഭകളുടെ ശൈലിയും അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ സഭയിൽ വളരുന്നത്. അപ്പൊ നമുക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് ഈ കാലം നമ്മോട് പറയുകയാണ്.